ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഇംഗ്ലീഷിലെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്നുള്ള ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബ്രിട്ടൻ, UK, ഇംഗ്ലണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടനും UK, ഇംഗ്ലണ്ടൊക്കെ നമ്മൾ സിനോണിംസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർചേഞ്ചബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുള്ള പദങ്ങളാണ്. അപ്പോൾ നമ്മൾ ബ്രിട്ടനിലാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ UK പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ബ്രിട്ടൻ, UK, ഇംഗ്ലണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇൻ്റർചേഞ്ചബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥ ഇതിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ബ്രിട്ടൻ, എന്താണ് UK, എന്താണ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് യുണൈറ്റഡ് കിങ്ഡം അല്ലെ UK എന്ന് വിളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്രിട്ടൻ, എന്താണ് UK, എന്താണ് ഇംഗ്ലണ്ട് എന്ന് തുടങ്ങി നമ്മൾ ഒരു രാഷ്ട്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യം ആ രാഷ്ട്രത്തെ എന്താണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം, അതെവിടെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ നമുക്ക് മനസ്സിലാക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്ക ഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് മാപ്പുകൾ ഉപയോഗിച്ചുള്ള പഠനമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് കറക്റ്റ് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് നമ്മൾ സ്ലൈഡുകളൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് തൽക്കാലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 1-2 ക്ലാസ്സുകൾ അങ്ങനെ ആയിരിക്കും. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏരിയകളും പിന്നെ അതിൻ്റെ ബ്രിട്ടൻ അല്ലെ UK പിന്നെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന പിന്നെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനോട് തൊട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്, അതിൻ്റെ ബോർഡറുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ ഏറ്റവും മനസ്സിലാക്കാൻ നമുക്ക് മാപ്പ് ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഭാഗം കൂടി ടെക്സ്റ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. നിങ്ങൾ ബ്രിട്ടൻ, UK, അതുപോലെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഇംഗ്ലണ്ട് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്താണ് ബ്രിട്ടൻ, UK, ഇംഗ്ലണ്ടൊക്കെ ഒന്നാണോ എന്ന് ഉള്ളൊരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്രിട്ടൻ അല്ലെങ്കിൽ UK എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കാദ്യം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നോക്കൂ, ഇതാണ് വേൾഡ് മാപ്പ്. നിങ്ങൾക്കറിയാം, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ബ്രിട്ടനിലെ UK എന്ന് പറയുന്ന ലൊക്കേഷൻ യൂറോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ ഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ നിൽക്കുന്ന ഈ ഒരു ഐലൻഡായിട്ട് ഈ യൂറോപ്പിൻ്റെ മെയിൻ ലാൻഡിൽ നിന്നും മാറി നിന്ന് ഈ ഭാഗത്ത് കാണുന്ന ഈ ഏരിയയെ ആണ് നമ്മൾ UK എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഈ ഭാഗത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ ബ്രിട്ടൻ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ദെൻ ഓക്കെ,
ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്ന കറണ്ട് UK അഥവാ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന UKയുടെ ഒഫീഷ്യൽ നെയിം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ UK എന്നറിയപ്പെടുന്നത് ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്ന ഒരു ഭാഗം കൂടി ഇവിടെ ഉണ്ട്. അഥവാ നോർത്തേൺ അയർലൻഡും ബ്രിട്ടൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഏരിയയ്ക്കാണ് നമ്മൾ UK എന്ന് വിളിക്കുന്നത്. അപ്പോൾ UKയുടെ ഭാഗങ്ങൾ, UKയുടെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ തന്നെ കുറേ കിങ്ഡം മീൻസ് സാമ്രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം UK എന്ന് വിളിക്കുന്നത്. അപ്പോൾ UKയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇന്നത്തെ നമ്മൾ UK വിളിക്കുമ്പോൾ UKയുടെ ഭാഗമായിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് 4 ഭാഗങ്ങളാണ് UKയുടെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, ഇത് നോക്കൂ, നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ഇതിന് ഏറ്റവും മുകളിലായിട്ട് നോർത്ത് ഭാഗത്തായിട്ട് കാണുന്ന നമുക്ക് സ്കോട്ട്ലാൻഡ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യാം. എപ്പോഴും മാപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് നോർത്ത് വരിക, ഇവിടെയാണ് ഈസ്റ്റ്, ഓക്കെ, ഇവിടെയാണ് സൗത്ത്, ഇവിടെയാണ് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ UKയുടെ ഏറ്റവും നോർത്ത് ഭാഗത്തായിട്ട് വരുന്നത് സ്കോട്ട്ലാൻഡാണ്. അതുപോലെ തന്നെ UKയുടെ പിന്നെ സൗത്ത് ഭാഗത്തായിട്ട് വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഈ ഭാഗങ്ങളാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് വെയിൽസ് എന്നുള്ള ഭാഗം. ഓൾസോ ഇവിടെ നമ്മൾ മൊത്തം അയർലൻഡ് അല്ല, ഇത് വേറൊരു പിന്നെ അയർലൻഡിൻ്റെ തന്നെ ഈ ഭാഗത്തായി വരുന്ന നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ 4 ഏരിയകൾ ചേർന്നിട്ടാണ് ഇന്ന് UK എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ UKയുടെ ഒഫീഷ്യൽ നെയിം നമ്മൾ വെറും UK യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമെങ്കിലും UKയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ഈ ഭാഗത്തിനാണ് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുക. അപ്പോൾ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഇവിടെ മൊത്തം അയർലൻഡ് ആയിരുന്നു, നമ്മൾ ശേഷം പറയും ഈ അയർലൻഡിൻ്റെ ഈ ഭാഗവും കൂടി ചേർന്നിട്ടാണ് ഇന്ന് ഉള്ള UK ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊത്തം അയർലൻഡ് ഇംഗ്ലണ്ട്, ഈ അയർലൻഡ് മൊത്തം ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഈ നോർത്ത് ഭാഗം മാത്രം ഇതുമായി ചേർന്ന് നിന്നതാണ്. അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പണ്ടുണ്ടായിരുന്ന ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ന് രൂപത്തിലുള്ള ഇംഗ്ലണ്ടായിട്ടും വെയിൽസായിട്ടും സ്കോട്ട്ലൻഡായിട്ടും അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡായിട്ടും രൂപം കൊണ്ട് ഇങ്ങനെ ഈ യുണൈറ്റഡ് കിങ്ഡം ഫോം ചെയ്തു എന്നുള്ള പിന്നെ ഒരു ഹിസ്റ്ററിയിലേക്കാണ് നമ്മളിനി മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ഇത് ആണ് ബ്രിട്ടൻ്റെ ഏറ്റവും ഓൾഡായിട്ട് ഉള്ള ഒരു മാപ്പാണ്. ഓക്കെ, അപ്പോൾ പണ്ട് ഇവിടെ ഈ ഒരു BC റോമക്കാരൊക്കെ ആക്രമിക്കുന്നതിന് മുമ്പ് അഥവാ ഏറ്റവും മുമ്പായിട്ട് ഇവിടെ താമസിച്ചിരുന്ന ഒരു മാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ നിവാസികൾ എന്ന് പറയുന്നത് ബ്രിട്ടൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഈ താമസിക്കുന്ന ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത ഭരണാധികാരികളും രാജാക്കന്മാരൊക്കെ വന്ന് ഇന്നത്തെ രൂപത്തിലുള്ള പിന്നെ UK അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇതിൻ്റെ പഴയ രൂപം അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ പിന്നെ ബ്രിട്ടൻ ആദ്യമ നിവാസികൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ആരാണ്? ഈ ബ്രിട്ടൻസ് എന്ന് പറയുന്ന ഈ വിഭാഗമാണ്. അപ്പോൾ ഇവിടെ ആദ്യ താമസക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടൻസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ പ്രദേശത്തേക്ക് ഇതൊരു ഐലൻഡാണല്ലോ, മൊത്തം നമുക്ക് നോക്കിയറിയാം ഒരു ഐലൻഡ് രൂപത്തിലുള്ള ഒരു ദ്വീപ് രൂപത്തിലുള്ള
പിന്നെ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ആക്രമിക്കുകയും അവിടെ കീഴടക്കുകയും പിന്നീട് ഇന്നത്തെ രൂപത്തിലുള്ള ഇംഗ്ലണ്ട് ആയി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള പഴയ ഏരിയ എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള UK ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഏരിയ, നമ്മൾ കണ്ട ഈ ഏരിയയിൽ വ്യത്യസ്ത ആളുകൾ വന്നിട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇവരുടെ ഇൻവേഷൻസ് നടത്തിയിട്ടുണ്ട്, ഇവിടെ അക്രമം നടത്തി ഇവിടുത്തെ ജനങ്ങളെയൊക്കെ അവരുടെ ഭരണത്തിന് കീഴിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഓർഡർ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം വന്നത് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള റോമൻസ് എന്ന് പറയുന്ന റോമക്കാരായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഓക്കെ, അത് എവിടെ നിന്നാണ് വന്നത് നമ്മൾ പറയാം. അതുപോലെ തന്നെ പിന്നെ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന നോർമൻ വിഭാഗം ഇവിടെ വന്നിട്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ആദ്യം ഇവിടെ വന്ന റോമക്കാരാണ്, പിന്നെ ആംഗ്ലോ സാക്സൺസ് ആണ്. ഈ രണ്ട് വിഭാഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന അതിൻ്റെ രൂപം നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇത് നോക്കൂ. ഇവിടെ ഈ ഏരിയയിൽ കാണുന്ന, നമ്മൾ ഓൾറെഡി മുമ്പ് നമ്മൾ ഇത് കാണിച്ചിരുന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബ്രിട്ടൻ കിടക്കുന്നത്. ഇവിടെയാണ് ഈ റോമ സാമ്രാജ്യം, നമുക്കറിയില്ലോ ഈ ജൂലിയസ് സീസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ രാജാവിൻ്റെ സമയത്തൊക്കെ ഇവിടെ ബ്രിട്ടൻ ആക്രമിക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ റോമിൽ നിന്ന് ആളുകൾ വന്ന് എവിടെ ആക്രമിക്കുന്നു, ഈ ബ്രിട്ടൻ്റെ ഈ ഏരിയയിലൊക്കെ വന്ന് ഈ ഭാഗത്തൊക്കെ വന്ന് ആക്രമണം നടത്തി. ഇതൊക്കെ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ റോമൻസ് ഇവിടെ വരുന്നത് ഏകദേശം AD 43 വന്നിട്ട് ഏകദേശം AD 410 ആകുമ്പോഴേക്ക് റോമക്കാർ ഈ ബ്രിട്ടൻ്റെ ഏരിയയിൽ നിന്ന് അവർ പിൻവാങ്ങി അവരുടെ നാട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ഇൻവേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പല ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ് പവർഫുള്ളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്രമണം നടത്തിയിട്ടുള്ള വിഭാഗമാണ് റോമൻസ്. അങ്ങനെ റോമൻസ് ഏകദേശം 410 കൂടി അവർ പിൻവാങ്ങുന്നു. പിന്നെ വന്നിട്ടുള്ളത് വിഭാഗമാണ് ആംഗ്ലോ സാക്സൺസ്, അതുപോലെ തന്നെ ജ്യൂഡ്സ് എന്നുള്ള വിഭാഗങ്ങൾ. അപ്പോൾ ഇവർ ഏകദേശം റോമക്കാർ പിൻവാങ്ങിയതിന് ശേഷം ഒരു 410 മുതൽ 1066 വരെയുള്ള സമയത്താണ് ഇവർ വന്നിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ഓൾറെഡി ഇവിടെ ഇതാണ് ബ്രിട്ടൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് ജ്യൂഡ്സ് എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ തന്നെ ആംഗിൾസ്, സാക്സൺസ്, ഇവരൊക്കെ ഈ ഏരിയയിൽ വന്ന് എവിടെ വരികയാണ്, ഈ ബ്രിട്ടൻസ് എന്നുള്ള ഏരിയയിൽ വന്ന് അവർ ആക്രമണം നടത്തുകയും ഇവിടെ എന്താണ് അധികാരം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള ആളുകളൊക്കെ വ്യത്യസ്ത മേഖലയിലേക്ക് മാറിപ്പോകുന്നു. ഈ സാക്സൺസും ആംഗിൾസും ഒക്കെ ഒരു AD 400-കളിലായിട്ട് നമ്മൾ പറഞ്ഞത് 410-ലൊക്കെ ആയിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് ഇവരെന്താണ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റോമക്കാർ ആദ്യം വന്നു. റോമക്കാർ വന്നതിന് ശേഷം ഈ ഏരിയയിലേക്ക് വന്ന വിഭാഗമാണ് ആര്, ജ്യൂഡ്സ്, ആംഗിൾസ്, സാക്സൺസ്. ഈ വിഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് വരുന്നത് ആരാണ്, ആംഗ്ലോ സാക്സൺസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആംഗ്ലോ സാക്സൺസ് ഇവിടെ വന്നപ്പോൾ പിന്നെ അവർ അധികാരം സ്ഥാപിക്കുകയാണ്. അങ്ങനെ അവർ ഈ ആംഗ്ലോ സാക്സൺസിൽ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ ഓരോരുത്തർ ഈ ഏരിയയെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ചെറിയ ചെറിയ കിങ്ഡങ്ങൾ, സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് പീരീഡിൽ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാം. നോർത്തംബ്രിയ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കൂട്ടോ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള ഭാഗങ്ങളിൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ സാമ്രാജ്യങ്ങളാണ് അല്ലെങ്കിൽ രാജ്യങ്ങളാണ് നോർത്തംബ്രിയ, മേഴ്സിയ, അതുപോലെ തന്നെ കെൻറ്റ്, സസെക്സ്, വെസെക്സ് എന്ന് തുടങ്ങിയൊക്കെ. ഇതൊക്കെ ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് ആണ്. അപ്പോൾ ആംഗ്ലോ സാക്സൺ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഈ നോർത്തംബ്രിയ, മേഴ്സിയ, കെൻറ്റ്, സസെക്സ്, വെസെക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം റോമൻസ് വന്നു. റോമൻസിൻ്റെ അതിന് ശേഷം പിന്നീട് വരുന്നതാണ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ആംഗ്ലോ സാക്സൺസ് നിലകൊള്ളുന്ന സമയത്ത്, ഈ സമയത്താണ് ഈ ആംഗ്ലോ സാക്സൺസ് എന്ന വേർഡിൽ നിന്നാണ് ഇംഗ്ലണ്ട് എന്നുള്ള പദങ്ങളൊക്കെ വരുന്നത്. ഈ ആംഗ്ലോ എന്നുള്ള പദത്തിൽ നിന്നാണ് ഇംഗ്ലണ്ട് അഥവാ ഈ ആംഗ്ലോ ആളുകൾ ഭരിച്ച ഈ ഏരിയയാണ് പിന്നീട് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്നത്. ഈ ഏരിയ ഒക്കെയാണ്. ഓക്കെ, ആംഗ്ലോ സാക്സൺസ്
അവർ പുറമെ നിന്ന് വന്ന ആളുകളാണ്. അവർ ഇവിടെ വന്ന് ഭരണം നടത്തുന്നു. അങ്ങനെ ഇവർ അധികാരം സ്ഥാപിച്ചിട്ട് ഈ ഏരിയയിലൊക്കെ നമ്മൾ ഏകദേശം ഇംഗ്ലണ്ടിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ. ഓക്കെ, ഇംഗ്ലണ്ടിൻ്റെ ഏരിയ നമുക്ക് ഇന്ന് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ ഏരിയ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ ഈ ഏരിയയിൽ വന്ന് അവർ താമസാക്കുകയും അവർ ഭരണം പിന്നെ കൈകൊള്ളുകയും ചെയ്യും. അങ്ങനെ ഈ ഏരിയക്കാണ് നമ്മളെന്ത് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ ഏരിയയാണ് പിന്നീട് ഇംഗ്ലീഷുകാരുടെ ഏരിയ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആംഗ്ലോ സാക്സൺസിൻ്റെ ഈ ഏരിയയാണ് ഇംഗ്ലണ്ടായി മാറുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ റോമൻസ് വന്നു, ശേഷം ആംഗ്ലോ സാക്സൺസ് വന്ന് ഇവിടെ പിന്നെ അവരുടെ പിന്നെ ഭരണം സ്ഥാപിക്കുന്നു. ഓക്കെ, ഇനി ഈ ആംഗ്ലോ സാക്സൺസിൻ്റെ ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ മേഴ്സിയ എന്നുള്ളത്. കണ്ടോ. ഓക്കെ, ഈ മേഴ്സിയ എന്നുള്ള രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അതെൽസ്റ്റൻ എന്ന് പറയുന്ന രാജാവ്. ഓക്കെ, ഈ അതെൽസ്റ്റൻ എന്നുള്ള രാജാവ് ഏകദേശം മരിക്കുന്നത് 939 931 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അദ്ദേഹം 939 മരിക്കുന്ന ആ സമയത്താണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു നമ്മൾ പറഞ്ഞ ഈ മേഴ്സിയ എന്ന് പറഞ്ഞില്ല, ഈ മേഴ്സിയ എന്നുള്ള സ്ഥലത്തെ രാജാവായിരുന്നു അദ്ദേഹം. ഈ മേഴ്സിയ എന്നുള്ള സ്ഥലത്തെ രാജാവായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് നമ്മളിതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നോക്ക്. അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു ഈ മേഴ്സിയ എന്നുള്ള പറയുന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെ പവർഫുള്ളായ രാജാവായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഈ ഭാഗത്തുള്ള തൻ്റെ ചുറ്റുഭാഗത്തേക്കൊക്കെ തൻ്റെ അധികാരം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുകയും തൻ്റെ ചുറ്റുഭാഗത്തുള്ള ഏരിയകളൊക്കെ തന്നിലേക്ക് മെല്ലെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതേ ഒരു മേഴ്സിയൻ കിങ് ആയിരുന്നു, മേഴ്സിയയിലെ രാജാവായിരുന്നു അദ്ദേഹം. ഇന്ന് ഇന്ത്യയിൽ ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്നത് എന്താണ്, ആസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പല ആളുകളും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവായതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ അന്ന് ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ട് രൂപം കൊണ്ടിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ രാജാവ്, ഈ ഏരിയയിലെ ഏറ്റവും വലിയ രാജാവായിട്ടാണ് അവർ കണക്കാക്കുന്ന പല ചരിത്രകാരന്മാരും. അദ്ദേഹം വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആംഗ്ലോ സാക്സൺ കിങ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അനക്സിങ് ഹിസ് കിങ്ഡം, തൻ്റെ കിങ്ഡത്തോട് അനക്സിയ എന്ന് മീൻസ് അനക്സിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഭാഗങ്ങളൊക്കെ തൻ്റെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കുക എന്നാണ് അനക്സ് എന്ന് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ മേഴ്സിയിലെ രാജാവായിരുന്ന അതെൽസ്റ്റൻ ഈ ഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, അങ്ങനെ ആണ് അദ്ദേഹം തൻ്റെ കിങ്ഡം വലുതാവാൻ തുടങ്ങിയത്. അഥവാ ഇംഗ്ലണ്ട് എന്നുള്ള ആ രാജ്യം മെല്ലെ വലുതാവാൻ തുടങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ഇംഗ്ലണ്ട്, അങ്ങനെയാണ് ഒരു ഇംഗ്ലണ്ട്, ഈ ആംഗ്ലോ സാക്സൺസ് ഭരിച്ച ഈ ഭാഗത്തെ ഇംഗ്ലണ്ട് എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ഇംഗ്ലണ്ട് മെല്ലെ ഇവിടെ ഫോം ചെയ്യപ്പെടുകയാണ്. ഈ ഭാഗത്താണ് ഇംഗ്ലണ്ട് എന്നുള്ളത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ആംഗ്ലോ സാക്സൺസ് ഭരിച്ച് പിന്നെ മെല്ലെ എന്ത് ചെയ്യുന്നു, മൊത്തം കൂടി ചേർന്ന് ഇവിടെ ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ലാൻഡ് രൂപീകരിക്കപ്പെടുന്നു, ഒരു കൺട്രി രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ട് വളരെ വലിയ ശക്തിയായിട്ട് വളരുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ട് രൂപപ്പെട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് നമ്മൾ ഇതിൻ്റെ മാപ്പിൽ നമ്മൾ കണ്ടല്ലോ ഇവിടെ ഇംഗ്ലണ്ട് എങ്ങനെ രൂപപ്പെടുന്നു മനസ്സിലായി. ഇനി ആ സമയത്ത് തന്നെ ഈ ഭാഗത്തുള്ള ഏരിയകൾ ഉള്ളതാണ് വെയിൽസ്, സ്കോട്ട്ലാൻഡ്. എങ്ങനെയാണ് വെയിൽസും സ്കോട്ട്ലാൻഡും ഇംഗ്ലണ്ടിലേക്ക് ചേരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഈ പിന്നെ അധികാരം 4 ഭാഗത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1284 ആയപ്പോൾ വെയിൽസിനെ ഇതിലേക്ക് ചേർക്കുകയാണ്, ഇംഗ്ലണ്ടിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അന്നത്തെ അവിടെ രാജാവായിരുന്നത് ഹെൻറി 8 ആയിട്ടുള്ള രാജാവായിരുന്നു. അപ്പോൾ 1284 തന്നെ ചേർത്തിട്ടുണ്ടെങ്കിലും ലീഗലി നിയമപരമായിട്ട് വെയിൽസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഭാഗമാകുന്നത് ആക്ട് ഓഫ് യൂണിയൻ എന്ന് പറയുന്ന നിയമത്തിലൂടെ 1536 1542 ഈ നിയമം പാസ്സാക്കിയിട്ടാണ് വെയിൽസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത്. ഓക്കെ, അങ്ങനെ വെയിൽസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നു. അതിനുശേഷമാണ് പിന്നെ സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത്.
സ്കോട്ട്ലാൻഡ് എപ്പോഴാണ് ഭാഗമാകുന്നത്? ഈ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന എലിസബത്ത് 1603 മരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലണ്ടിലെ ഒരു രാജ്ഞിയുണ്ട്, അതിൻ്റെ പേരാണ് എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിൽ മരിച്ചതോടുകൂടി എലിസബത്ത് രാജ്ഞിക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ എലിസബത്ത് രാജ്ഞിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഇനി അവകാശം പോവുക ഈ ജെയിംസ് ആറാമനാണ്. ജെയിംസ് ആറാമനാണ് പിന്നെ അവരുടെ അനന്തരാവകാശ പ്രകാരം അവകാശം കിട്ടേണ്ടത്. മക്കളില്ലാത്തത് കൊണ്ട് ഇനി ഇവർക്കാണ് അവകാശം പോവുക. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ, ജെയിംസ് ആരാണെന്നൊക്കെ. അപ്പോൾ എലിസബത്ത് രാജ്ഞി മരിക്കുന്നു. എലിസബത്ത് രാജ്ഞിക്ക് കുട്ടികളില്ലാത്തതിനാൽ അധികാരം ആർക്കാണ് പോകുന്നത്? അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ജെയിംസ് ആറാമനാണ് പോകുന്നത്. അപ്പോൾ ജെയിംസ് ആറാമൻ ആ സമയത്ത് സ്കോട്ട്ലാൻഡിൻ്റെ രാജാവായിരുന്നു. ഓക്കെ, സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ മുകളിലുള്ള ഒരു രാജ്യമാണ് നമുക്കറിയാം. ഓക്കെ, അന്ന് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമല്ല. ഓക്കെ, അപ്പോൾ ജെയിംസ് രാജാവ് അവിടെ ഉണ്ട്. അപ്പോൾ ജെയിംസ് രാജാവിന് എന്തിൻ്റെ അധികാരം ഓട്ടോമാറ്റിക്കലായി കിട്ടുന്നു? ഇംഗ്ലണ്ടിൻ്റെ അധികാരം കിട്ടുന്നു. എലിസബത്ത് രാജ്ഞി മരിച്ച സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ അധികാരം ആരിലേക്ക് വരുന്നു? ജെയിംസ് രാജാവിന് വരുന്നു. ജെയിംസ് ഓൾറെഡി സ്കോട്ട്ലാൻഡിൻ്റെ രാജാവാണ്. അപ്പോൾ ജെയിംസിന് 2 രാഷ്ട്രത്തിൻ്റെ രാജാവുകയാണ്. ഓൾറെഡി സ്കോട്ട്ലാൻഡിൻ്റെ രാജാവാണ്. അതുപോലെ തന്നെ എലിസബത്ത് മരിച്ചതിനാൽ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൻ്റെയും അധികാരം ജെയിംസിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ സ്കോട്ട്ലാൻഡിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെയും ഒരു സിംഗിൾ മൊണാർക്കായിട്ട്, ഒരൊറ്റ രാജാവായിട്ട് ആര് മാറുന്നു? ഈ 1603 മുതൽ ജെയിംസ് മാറുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിട്ട് ഏതൊക്കെ വരികയാണ്? വെയിൽസ് ഓൾറെഡി വന്നു. അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് പിന്നെ ഓൾറെഡി ജെയിംസ് രാജാവായതുകൊണ്ട് തന്നെ ഒറ്റ രാജ്യമായി കൊണ്ടു നടക്കുകയാണ്. കാരണം സ്കോട്ട്ലാൻഡിൻ്റെ രാജാവും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ രാജാവും ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലാൻഡും ഇപ്പോൾ മൊത്തം ഒരു രാജാവിൻ്റെ കീഴിലായി. ഓക്കെ, അപ്പോൾ 1603 രാജാവായിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത് 1707 ഓക്കെ, അങ്ങനെ 1707 ഈ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് സ്കോട്ട്ലാൻഡ് മാറുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണുള്ളത് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടുണ്ട്, ഇംഗ്ലണ്ടിനോട് ചേർന്നിട്ട് ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഏത് കൂടിയുണ്ട്? സ്കോട്ട്ലാൻഡ് ഉണ്ട്, അതുപോലെ വെയിൽസും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഒരു നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. എപ്പോഴാണ് നോർത്തേൺ അയർലൻഡ് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ UK ഭാഗമാകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ദെൻ ഓക്കെ, ഇനി നമ്മൾ നോർത്തേൺ അയർലൻഡിൽ നമ്മൾ മുമ്പ് ഇതിൻ്റെ മാപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അയർലൻഡ് നമ്മൾ കണ്ടല്ലോ. ഈ അയർലൻഡ് എന്നുള്ള ഏരിയ ഓക്കെ, ഈ അയർലൻഡ് എന്നുള്ള രാജ്യം മൊത്തം ഇങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, അയർലൻഡിലുള്ള മൊത്തം ഇതിപ്പോൾ ഉള്ളത് അയർലൻഡ് എന്നുള്ള വേറൊരു രാജ്യമായിട്ടും നോർത്തേൺ അയർലൻഡ് എന്നുള്ള വേറൊരു രാജ്യവുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയർലൻഡിനെ പറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, അതിലേക്ക് വെയിൽസിനെ ആഡ് ചെയ്തു, പിന്നെ സ്കോട്ട്ലൻഡും ഫോം ചെയ്തു. കാരണം സ്കോട്ട്ലൻഡ് രാജാവായിട്ടുണ്ടായിരുന്ന ജെയിംസ് ഇങ്ങോട്ട് വന്നുകൂടെ ഇപ്പോൾ ഇത് 3 കൂടി ചേർന്നിട്ട് ഒരു കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു രാജാവിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഏതാണ്? ഈ നോർത്തേൺ അയർലൻഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർത്തേൺ അയർലൻഡ് മാത്രം ആയിരുന്നില്ല ഇതിൻ്റെ ഭാഗമുണ്ടായത്. മൊത്തം അയർലൻഡ് ഈ ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് പണ്ടുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് പറയാം. ദെൻ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ അയർലൻഡ് എങ്ങനെയാണ് ഫോം ചെയ്തു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 1166 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി രണ്ടാമൻ ആദ്യം അയർലൻഡ് കീഴടക്കുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ അയർലൻഡ് നിന്നും മാറി അയർലൻഡിലേക്ക് അഥവാ ബ്രിട്ടനിൽ നിന്ന് എവിടേക്ക് പോവാണ്? ഈ അയർലൻഡിൽ പോയിട്ട് ഈ അയർലൻഡിനെ ഹെൻറി രണ്ടാമൻ ആരെ കീഴടക്കുകയാണ്? അയർലൻഡിനെ കീഴടക്കുകയാണ്.
നമുക്കറിയാം അയർലൻഡ് അപ്പുറത്തായിട്ടുള്ള പ്രത്യേകം വിട്ട് നടക്കുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപ് ആര് കീഴടക്കുന്നു? ഹെൻറി രണ്ടാമൻ കീഴടക്കുന്നു. അപ്പോൾ ഈ ഹെൻറി രണ്ടാമൻ 1166 ഇത് കീഴടക്കിയത് മുതൽ തന്നെ ഈ ഇംഗ്ലണ്ടും അതുപോലെ അയർലൻഡും എപ്പോഴും കോൺഫ്ലിക്റ്റാണ്. ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ഹെൻറിയാണ് അയർലൻഡ് പോയി കീഴടക്കുന്നത്. അന്നു മുതൽ തന്നെ അയർലൻഡ് മുഴുവൻ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ അയർലൻഡിലെ ആളുകൾ, ഇപ്പോൾ നമ്മളെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ കീഴടക്കിയാൽ നമ്മളെപ്പോഴും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഈ അയർലൻഡിലെ ആളുകൾ എപ്പോഴും ഇംഗ്ലണ്ടുകാർക്കെതിരെ സമരം ചെയ്യുകയും അവരെ എതിർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 1166 കീഴടക്കിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് 1801 ആക്ട് ഓഫ് യൂണിയനിലൂടെ അയർലൻഡിനെ ബ്രിട്ടൻ്റെ ഭാഗമാക്കുകയാണ്. അപ്പോൾ 1801 അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്നാണ്. ഇന്ന് അങ്ങനെയല്ല കേട്ടോ, ഇന്ന് നോർത്തേൺ അയർലൻഡ് എന്നാണ്. അന്ന് 1801 ഒഫീഷ്യലായിട്ട് ഈ UK അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്. കാരണം അന്ന് ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടും ഉണ്ടായിരുന്നു, വെയിൽസും സ്കോട്ട്ലാൻഡും ഓൾസോ അയർലൻഡും. അയർലൻഡിനെയും 1801 ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കുകയാണ്. പക്ഷേ 1801 ഇതിൻ്റെ ഭാഗമാക്കിയെങ്കിൽ പോലും ഈ അയർലൻഡുകാർ എന്നും ഈ ചെറിയ സമരത്തിലായിരുന്നു. എന്നും ഇംഗ്ലണ്ടുകാർക്കെതിരെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണം, ഞങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും സമരം ചെയ്തുമായിരുന്നു. അങ്ങനെ ഐറിഷ് റവല്യൂഷനും വിപ്ലവങ്ങളൊക്കെ നടന്ന് എന്താണ് 1922 മുതൽ ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് രൂപീകരിക്കുകയാണ്. ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അയർലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രം രൂപം കൊള്ളുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പുതിയ അയർലൻഡ് എന്നുള്ള പുതിയ ഒരു രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ ആ അയർലൻഡിൻ്റെ നമ്മൾ ഈ ഈസ്റ്റ് ഭാഗത്തായിട്ടുള്ള കുറച്ചേറെ ഏകദേശം ഒരു 6 രാഷ്ട്രങ്ങൾ, 6 കൗണ്ടീസ് എന്നുണ്ട്, കൺട്രി എന്നല്ല, 6 കൗണ്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. 6 സ്റ്റേറ്റുകൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, 1922 വരെ സമരങ്ങൾ നടക്കുന്നു. 1922 സമരം നടന്ന സമയത്ത് അയർലൻഡ് ബ്രിട്ടനിൽ നിന്ന് മാറി ഐറിഷ് ഫ്രീ സ്റ്റേറ്റായിട്ട് സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റായിട്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിയമം ഇറക്കേണ്ടി വരുന്നു. പക്ഷേ ഈ അയർലൻഡിൽ തന്നെ 6 കൗണ്ടീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 6 കൗണ്ടികൾ ഏതിനൊപ്പം നിൽക്കുകയാണ്? ബ്രിട്ടൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ആ 6 കൗണ്ടികൾ ചേർന്നിട്ട് നോർത്തേൺ അയർലൻഡ് രൂപം കൊണ്ടു. ആ നോർത്തേൺ അയർലൻഡ് ഇപ്പോൾ ഏതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്? ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഓക്കെ, ദെൻ വൺസ് അഗെയിൻ എങ്ങനെയാണ് നോർത്ത് അയർലൻഡ് രൂപപ്പെട്ടു എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1166 ഹെൻറി രണ്ടാമൻ അയർലൻഡ് കീഴടക്കിയിട്ടുണ്ട്. അയർലൻഡിനെ കീഴടക്കുന്നുണ്ട്. ഓക്കെ, അയർലൻഡിനെ കീഴടക്കുന്നു. ഈ അയർലൻഡ് കീഴടക്കിയത് മുതൽ തന്നെ എപ്പോഴും ഈ ഇംഗ്ലണ്ടും അയർലൻഡും കോൺഫ്ലിക്റ്റിലാണ്. അങ്ങനെ 1801 ഔദ്യോഗികമായിട്ട് അയർലൻഡിനെ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കുന്നു, ബ്രിട്ടൻ്റെ ഭാഗമാക്കുന്നു. അന്നു മുതൽ അറിയപ്പെട്ടത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്നായിരുന്നു. പക്ഷേ പിന്നീട് സമരങ്ങളുണ്ടായി. അയർലൻഡുകാർ ബ്രിട്ടൻ്റെ ഒപ്പം നിലകൊള്ളാൻ റെഡിയായിരുന്നില്ല, ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നിലകൊള്ളാൻ റെഡിയായിരുന്നില്ല. അങ്ങനെ 1922 മുതൽ അയർലൻഡുകാർ ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റായിട്ട് അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നു. പക്ഷേ അയർലൻഡിലെ 6 കൗണ്ടീസ് 6 കൗണ്ടികൾ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നിലകൊണ്ട് നോർത്തേൺ അയർലൻഡ് രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. നോക്കൂ, ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ പറയുന്ന അയർലൻഡ് എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഈ അയർലൻഡ്, പണ്ട് മൊത്തം ഈ അയർലൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗം മാത്രം നോർത്തേൺ അയർലൻഡ്, നമ്മൾ നോർത്ത് ഭാഗമാണല്ലോ. ഓക്കെ, അയർലൻഡിൻ്റെ നോർത്ത് ഭാഗമായിട്ടുള്ള ഈ ഭാഗങ്ങൾ, നോർത്ത് അയർലൻഡിൻ്റെ, നമുക്ക് നോർത്ത് ആകുമ്പോൾ അയർലൻഡ് നോർത്തായിട്ടാണല്ലോ ഇവരൊക്കെ, ഈ നോർത്ത് ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്യണേ? നോർത്തേൺ അയർലൻഡ് എന്ന് രൂപം കൊള്ളുകയാണ്. ഇതിൽ 6 കൗണ്ടീസ് ഏതുമായിട്ട് ചേർന്ന് നിൽക്കുന്നു? അവർ ഈ ബ്രിട്ടനുമായിട്ട് UK ചേർന്ന് നിന്ന് ഇവിടെ ഒരു UK എന്നുള്ള
പിന്നെ കിങ്ഡം രൂപപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഈ മൊത്തം ഏരിയക്കാണ് നമ്മൾ ബ്രിട്ടൻ എന്ന് പറയാം. ബ്രിട്ടനും അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡും രൂപം കൊണ്ട് പിന്നെ ചേർന്നിട്ടുള്ളതാണ് ഇന്നത്തെ UK എന്ന് പറയുന്നത്. UKയുടെ ഒഫീഷ്യൽ നെയിം നമ്മൾ പറഞ്ഞു എന്താണ്? യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ ബ്രിട്ടനും ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഓക്കെ, ഇന്ന് ഇപ്പോൾ അയർലൻഡിൻ്റെ ഭാഗങ്ങൾ നോക്കൂ. അയർലൻഡ് ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അയർലൻഡിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ UKയുടെ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടനൊക്കെ നമ്മൾ ഇൻ്റർചേഞ്ച് ആയിട്ട് ഇംഗ്ലണ്ട് എന്ന് പറയാറുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, വൺസ് അഗൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രിട്ടൻ, UK, ഇംഗ്ലണ്ട് എന്ന് നമ്മൾ പരസ്പരം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലായി. യൂറോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ UK സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ യുകെയിലുള്ളത് ഏതൊക്കെയാണ്? സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലൻഡാണ് ഇപ്പോൾ UKയുടെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ആദ്യ നിവാസികൾ എന്ന് പറയുന്നത് ബ്രിട്ടൻസ് എന്ന് പറയുന്ന ആളുകളായിരുന്നു. ഓക്കെ, അവരാണ് ആദിമ നിവാസികൾ എന്ന് പറയുന്നത്. പിന്നെ അവരിലേക്കാണ് റോമൻസും ആംഗ്ലോ സാക്സൺസും ഒക്കെ വരുന്നത്. ഓക്കെ, പിക്സ് എന്നാൽ അന്നത്തെ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്, സ്കോട്ട്ലാൻഡിനെ അറിയപ്പെട്ടിരുന്നത് പിക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അത് റോമൻസ് വരുന്നുണ്ട്, ആംഗ്ലോ സാക്സൺസ് വരുന്നുണ്ട്, നോർമൻ കോൺക്വസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് റോമൻസും ആംഗ്ലോ സാക്സൺസും ആണ്. റോമൻസും ആംഗ്ലോ സാക്സൺസും ആണ്. നോർമൻ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. നിങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിലൊക്കെ പഠിക്കാനുണ്ടോ. ഇതിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. റോമൻസ് വരുന്നു. റോമൻസ് ഈ ഏരിയയിലേക്കാണ് റോമൻസ് അധികാരം സ്ഥാപിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ആംഗ്ലോ സാക്സൺസ് വരുന്നു. ജൂഡ്സ്, ആംഗിൾസ്, സാക്സൺസ് ഒക്കെ ഏരിയയിൽ വരുന്നു. ഇവർ കീഴടക്കുന്നു. ഇവർ കീഴടക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഇവർ കീഴടക്കിയതിന് ശേഷം ഈ രാഷ്ട്രങ്ങളൊക്കെ ഇവിടെ രൂപം കൊള്ളുന്നു. നോർത്തംബ്രിയ, മേഴ്സിയ. ഓക്കെ, അപ്പോൾ ഈ സമയത്താണ് ഈ എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിന് ആദ്യമായിട്ട് പിന്നെ മുന്നിൽ വന്ന ആളാണ് ആര്? ഓക്കെ, അതിനാദ്യമായിട്ട് മുന്നിൽ വന്ന ആളാണ് അഥൽസ്റ്റൻ എന്ന് പറയുന്ന കിങ്. അദ്ദേഹം മേഴ്സിയക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. പലരും അദ്ദേഹത്തെ വലിയ രാജാവായിട്ട് കണക്കാക്കുന്നു. ആംഗ്ലോ സാക്സൺ കിങ് ആണ്. അദ്ദേഹമാണ് ഇവിടെ അനക്സിങ് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. പിന്നെ നമ്മൾ വെയിൽസ് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് പറഞ്ഞു. ഓക്കെ, വെയിൽസ് 1754 കൂട്ടിച്ചേർക്കപ്പെടുന്നു. പിന്നെ ഔദ്യോഗികമായിട്ട് ഹെൻറി 8ാമൻ്റെ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്, നോട്ട് ചെയ്യണം. ഹെൻറി 8ാമൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ആക്ട് ഓഫ് യൂണിയൻ, ഈ ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെ വെയിൽസിനെ അതിൻ്റെ ഭാഗമാക്കുന്നു. പിന്നെ സ്കോട്ട്ലാൻഡ് എങ്ങനെയാണ് രൂപപ്പെട്ടത്, സ്കോട്ട്ലാൻഡ് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുന്നു. ഇംഗ്ലണ്ടിൻ്റെ മുകളിലുള്ള ഒരു ഭാഗമായിരുന്നു സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഈ എലിസബത്ത് രാജ്ഞി 1603 മരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് കേട്ടോ. എലിസബത്തും പീരീഡൊക്കെ നമ്മൾ പഠിക്കും. 1603 മരിക്കുന്നു. അപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന ജെയിംസ് 6 സ്കോട്ട്ലൻഡിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ഈ എലിസബത്തിന് കുട്ടികളില്ലാത്തതിനാൽ അദ്ദേഹം ഏതിൻ്റെ രാജാവ് കൂടിയാകുന്നു? ഈ സ്കോട്ട്ലാൻഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ആകുന്നു. അങ്ങനെ ഔദ്യോഗികമായിട്ട് 1603 അദ്ദേഹം രാജാവായിട്ടുണ്ടെങ്കിൽ പോലും 1707 ഔദ്യോഗികമായിട്ട് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാകുന്നത്. പിന്നെ നമ്മൾ നോർത്തേൺ അയർലൻഡ് എങ്ങനെയാണ് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അയർലൻഡിനെ ആദ്യമായിട്ട് ഹെൻറി 2 കീഴടക്കുന്നത്. പിന്നെ ലോങ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സമയം തന്നെയുണ്ട്. 1801 എന്തിൻ്റെ ഭാഗമാക്കി? അയർലൻഡിനെ UKയുടെ ഭാഗമാക്കി. പക്ഷേ വീണ്ടും സമരങ്ങൾ നടന്നു. അങ്ങനെ 1922 ഔദ്യോഗികമായിട്ട് ഉണ്ടാകുകയാണ്? ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് അയർലൻഡ് റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റും അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഈ 6 കൗണ്ടീസ് എന്തിൻ്റെ ഭാഗവുമാകുന്നു? ഈ ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ UKയുടെ ഭാഗമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ കറൻറ്റ് അതിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഏരിയകളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കണമൊക്കെ നല്ലതാണ്.
ഓക്കെ. ഇതിൽ നമ്മൾ ലണ്ടൻ കണ്ടോ, ലണ്ടൻ ഈ ഭാഗത്താണ് ലണ്ടൻ, നമുക്കിവിടെ കാണാം ലണ്ടൻ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കാംബ്രിഡ്ജ്, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ ബാത്തൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് കാൻറ്റർബറി ടെയിൽസ് എന്നുള്ള വിഷയമായിട്ട് പറയുമ്പോൾ ഒരു ബാത്ത് എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ വരും. ദെൻ പിന്നെ ഈ ആബർഡീൻ, ഡണ്ടി, ഇതൊക്കെ നമ്മുടെ ഇനി ശേഷം വരുന്ന ഭാഗങ്ങൾ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മാപ്പുകൾ നമുക്ക് നല്ലോണം പരിചയം ഉണ്ടാവണം. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നമ്മൾ ഈ ഇംഗ്ലണ്ടിൻ്റെ നേരെ അടുത്തുള്ളൊരു കൺട്രിയാണ് ഫ്രാൻസ് കേട്ടോ. ഫ്രാൻസ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇനി ഇതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. എനിവേ താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.